ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഡെയിലി വ്ലോഗാണ് കേട്ടോ. രാവിലെ ചായയൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ ഒരു ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞു. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഇന്ന് ഏട്ടന് ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഒന്നിന് ഉമ്മ മീനൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്ന് മീൻ കറിയൊക്കെ വെക്കാനുണ്ട്. മീൻ പൊരിക്കാൻ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ TV കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ വേസ്റ്റ് എടുക്കുന്ന ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വെച്ചത്. ഇന്നലെ ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുള്ള ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം വേഗം പണി നോക്കണം. മീൻ കറിയൊക്കെ വയ്ക്കണം. മീനെന്ന് പറഞ്ഞാൽ എന്തോ വളർത്ത് മീനാണ്. അത് പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് മീൻ വാങ്ങിക്കുമ്പം അവർ നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ തരിക. കഴുകത്തില്ല, പക്ഷേങ്കിൽ മീനൊക്കെ മുറിച്ച് നല്ലോണം വെട്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് തരിക. അത് ഏത് മീനായാലും നമ്മുടെ ചെമ്മീനായാലും ഒക്കെ തന്നെ അവരതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ തരിക. അപ്പോൾ ഇനി ഇത് കഴുകിയിട്ട് വെക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഇതെന്തോ വളർത്ത് മീനാണെന്ന് തോന്നുന്നു. ഞാൻ ഈ മീനൊന്നും കഴിക്കാറില്ല. ഞാൻ ആകെ ഇവിടുന്ന് കൂട്ടുന്നത് നമ്മുടെ ഞണ്ടും അതേപോലെ തന്നെ ചെമ്മീനും പിന്നെ വല്ലപ്പോഴെപ്പോഴും ഒരു 2 പ്രാവശ്യമായിട്ട് മത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കടലത്തെ ഞണ്ടൊന്നുമല്ല, ഏട്ടൻ പറഞ്ഞു കൊടുത്ത പുഴയത്തെ ഞണ്ടാണ്. ഞാനിവിടെ എവിടെയും പുഴ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ. അപ്പം അതാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച വല്ല തോട്ടം നെറ്റം പിടിച്ച ഞണ്ടാണെന്ന്. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിനെക്കാട്ടും കൂടുതൽ മുളക് പൊടിയും അതിനെക്കാട്ടും കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം മറന്നുപോയി, മല്ലിയും മഞ്ഞളും മുളകും കൂടെ ഒന്ന് വറുത്തിട്ടാണ് ഇടേണ്ടത്. പക്ഷേങ്കിൽ അതെൻ്റെ അടുത്ത് മറന്നുപോയി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും തക്കാളിയും ചെറിയുള്ളിയും വലിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്നതൊന്ന് കുഴച്ചെടുക്കും. പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വെക്കണം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഒരു കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണോ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല രസമായിട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുള്ള തേങ്ങയിൽ 3 തേങ്ങ കേടായിരുന്നേ. അതിൽ 3ാമത്തെ തേങ്ങയാണിത്. അതുകൊണ്ട് ഇത് തേങ്ങയ്ക്ക് വേറെ ഒരു സ്മെല്ല് മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ കളയാൻ തോന്നിയില്ല. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനകത്തേക്ക് ഒന്നും തന്നെ ചേർക്കില്ല കേട്ടോ. നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയും മുളകും മഞ്ഞളും കൂടെ ചേർക്കും. അത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ശേഷം इतना नहीं. ओहो, ये कितना कैरेट कितना पैसा? हाँ 50 ज़्यादा पैसा है. भिंडी कितना? हाँ 4 rupees. ഓ, അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതെടുത്തിട്ടുള്ള കളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഇറക്കി വെച്ചതിന് ശേഷം കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി മീൻ പൊരിക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കും. ഞാൻ അങ്ങനെ കേട്ടോ മീൻ പൊരിക്കാറ്. വലിയ മീനൊക്കെ ആകുമ്പം, ചെറിയ മീനൊക്കെ ആകുമ്പോൾ അങ്ങനെയൊന്നും ആക്കുമല്ലോ കേട്ടോ. ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു 2 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് മീൻ നന്നായിട്ട് വരഞ്ഞു കൊടുക്കും. ആ വരഞ്ഞിട്ടുള്ള മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഈ ഒരു മസാലയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ടാണ് എടുത്ത് പൊരിക്കുക. അപ്പം ഈ ഒരു മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മസാലയൊക്കെ കടന്നിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഞാനിത് മുളകും മഞ്ഞളും ഒക്കെ ഇടുന്നുണ്ട്. ഈ ഒരു മസാലയിൽ നമ്മളില്ലേ വലിയ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് അത് പൊരിച്ചാലും നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മസാലയും ചേർത്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കട്ടോ. പിന്നെ ഞാൻ കുരുമുളക് ചേർത്തതിനെ കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല.
ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഒരു സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ലോണം കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെക്കുക കേട്ടോ. അതിന് ശേഷം എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു മീനൊക്കെ ആക്കുമ്പോഴേക്ക് തന്നെ കുക്കറിൽ ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു എന്താ പറയുക ഞണ്ട് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ലൂസാക്കി എടുത്തിട്ട് മതി. അപ്പോഴത്തേക്ക് കറി റെഡിയാവും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ കറി സെറ്റ്. ഇനി ഇതിൽ വറവ് ചെയ്യൊന്നുമില്ല. വേണമെങ്കിൽ തേങ്ങാ കഷ്ണം മുറിച്ചിട്ടിട്ട് വറവ് ചെയ്യുക. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനത് ചെയ്യുന്നില്ല. കറി ആയിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കണം. ഒരു ഉപ്പേരിയും കൂടി വെക്കണം. അപ്പം അതോടെ അന്നത്തെ ചോറിൻ്റെ പരിപാടി ഞാൻ ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചോറ് എപ്പോഴും ചീത്തയായി പോകും. ഫ്രിഡ്ജിൽ വെച്ചാലും ഈ ഒരു അരിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് ലാസ്റ്റ് വയ്ക്കുക കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടായിരിക്കും. നല്ല മണമുണ്ട്. ചിലപ്പം മണമുള്ള കറിക്ക് രസം ഉണ്ടാവില്ല. എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അടുത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മീനൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഉപ്പേരിക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. പയറിൻ്റെ ഉപ്പേരിയാണ്. കുറേ ദിവസമായി ഒരു കോട്ടപ്പയർ കൊണ്ടുവച്ചിട്ട്. അപ്പം അതിൽ ചിലതൊക്കെ നന്നായിട്ട് ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. നല്ലത് നോക്കി എടുത്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളി തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. 2-3 ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. ഈ പൊരിക്കുന്നതിൻ്റെ മുമ്പേ നമ്മളിൽ ചൂടായിട്ട് എണ്ണയുടെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീനിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇത് വയ്ക്കില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ മീൻ ഇതാ നല്ലോണം വറുത്ത് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പം ഉപ്പേരി വെക്കണം. ഉപ്പേരിക്ക് ഞാനൊക്കെ മുറിച്ചിട്ട് തേങ്ങയൊക്കെ രാഗി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങ കുറച്ച് അധികം രാഗി ഇട്ടിട്ടുണ്ട്. കാരണം ആ ഒരു തേങ്ങയ്ക്കുള്ള സ്മെല്ല് മാറ്റും ടേസ്റ്റ് മാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെ ഉപ്പേരീൻ്റെ അകത്തങ്ങ് ഇടാമെന്ന്. അങ്ങനെ ഇതാ ഉപ്പേരീൻ്റെത് എടുത്ത് അപ്പുറത്തൊരു ചട്ടി വെച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വിചാരിച്ചു ആ ഒരു മാങ്ങ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ കൂട്ടുന്ന ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന്. അതിലൊന്നും തന്നെ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതാ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിലൊരു മീൻ ഞാൻ മറിച്ചിടുമ്പം അതിൻ്റെ ഇതൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അച്ചാർ ഉണ്ടാക്കാമെന്ന്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ മുളകും പിന്നെ അച്ചാർ പൊടി പിന്നെ അതേപോലെ കായപ്പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കും കേട്ടോ. അപ്പം അച്ചാർ റെഡിയായി. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. ആയിട്ടും തൈര് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തൈരും കൂടെ ഉണ്ടാവും. അപ്പം കറീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ചോറിന് വെള്ളം വെക്കണം. പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കാണ്ട് പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാണ്ട് തുടയ്ക്കാനുണ്ട്, തിരുമ്മാനുണ്ട്, കുളിക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആക്കി കഴിഞ്ഞപ്പം ഫ്രിഡ്ജ് വേഗം തന്നെ വൃത്തിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് അഴിച്ചെടുത്ത് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ മുമ്പേ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പം ഇത് എല്ലാം അഴിച്ചെടുത്തിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. എൻ്റെ ഫ്രിഡ്ജ് ഭയങ്കരമായിട്ടൊന്നും വൃത്തിയായിട്ടാകത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാനത് ക്ലീൻ ആക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അധികമായിട്ട് ഇതിൻ്റെ അകത്ത് ഞാനങ്ങനെ ഒന്നും വെക്കാറൊന്നുമില്ല. പച്ചക്കറി ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങി അതും തന്നെ ഞാൻ നല്ലോണം കവറിലൊക്കെ കെട്ടി വയ്ക്കുന്നതിനെ കൊണ്ട് അധികം അങ്ങോട്ട് വൃത്തികേടൊന്നും ആവാറില്ല. അപ്പം ചെറുതായിട്ട് അതിലൂടെ അധികവും ഇവിടെ ഇപ്പം ചൂടായതിനെ കൊണ്ടില്ല. ഏട്ടൻ ഐസൊക്കെ കൊണ്ടുവരും, ഐസ്ക്രീമൊക്കെ. അപ്പം ഞാനത് ഫ്രീസറിൽ വെക്കും. ചില സമയം ഞാനത് കുറച്ച് വെക്കും. അതിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് വെക്കുന്നതിനെ കൊണ്ടില്ലേ ചിലപ്പോൾ ഐസൊക്കെ ഉരുകി ഒലിച്ച് അപ്പുറത്തെടുത്ത് പോകും. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നച്ചുവിൻ്റെ ഒരു കുഞ്ഞായപ്പോഴുള്ളൊരു പാൻ്റായിരുന്നു ഞാനിത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിന് അവൾ എൻ്റെ പാൻ്റ് എന്തിനാണ് എടുത്ത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഏകദേശം അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് സാധനം പച്ചക്കറിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇന്ന് പോയിട്ട് പച്ചക്കറി വാങ്ങിക്കണം. അപ്പം പിന്നെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ചോറിന് ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. അതിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് വേഗം വേവും. ഒരു 5 മിനിറ്റ് തികച്ച് വേണ്ടെന്ന് തോന്നുന്നു. 2 തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ചോറ് റെഡിയാവും. അങ്ങനെ ഇതൊരു കുഞ്ഞ് ഫ്രിഡ്ജാണ് കേട്ടോ. ചെറിയ ഫ്രിഡ്ജ് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന ടൈമിൽ വാങ്ങിച്ചതാണ്.
പുതിയത് വാങ്ങിച്ചതാണ്. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ കൂടെ എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. ഇവിടെ അടുത്തുണ്ട് ഒരു കട സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നത്. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടും ഒരു 8 മാസം 9 മാസമൊക്കെ ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ഉപയോഗിച്ച ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ഉള്ളൊരു കട. എൻ്റെ ഇപ്പുറത്തെ വീട്ടിലുള്ള ആളിലെ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങി. പക്ഷേ ഞങ്ങളത് അറിയില്ല, പിന്നെ ഞങ്ങൾ പുതിയത് തന്നെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇപ്പം ഞാനില്ലേ കറിവേപ്പില തണ്ട് വരെ മുറിച്ചിടും. കാരണം ഇവിടെ ചില സമയത്ത് കറിവേപ്പില എനിക്ക് കിട്ടത്തില്ല. അപ്പം ഞാനില്ലേ ഇതിൻ്റെ നമ്മൾ ഈരിക്കഴിഞ്ഞാൽ ഒരു തണ്ടില്ലേ അതും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കുപ്പിയിൽ വെച്ച്. ഞാൻ അതും കൂടെ കറിയിലിട്ടു. അപ്പം എന്തായാലും നല്ലൊരു കറിവേപ്പിലേൻ്റെ ഒരു ജോയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ തന്നെ അകം അടിച്ച് വാരിയതിനെ കൊണ്ട് അത് തുടച്ചാൽ മതി. ഇപ്പം ഞാൻ തുടയ്ക്കുന്നുണ്ട്. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലക്കണം. അപ്പോഴത്തേക്ക് ഏട്ടൻ വരും. അലക്കി പിന്നെ കുളിക്കണം. പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഒന്ന് മാർക്കറ്റിലൊക്കെ പോകാനുണ്ട്. അച്ചുവിന് ചോറ് തീറ്റി കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 100 പണി എടുത്തിട്ടുണ്ടാവും കേട്ടോ. അവളെ വയ്യത്തിൻ്റെ അവൾക്ക് 2-3 പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്ര അഴുക്കൊന്നും ആവത്തില്ല. പക്ഷേ എങ്കിൽ എനിക്ക് ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഞാൻ വിചാരിക്കും എന്തൊക്കെയോ അഴുക്കുള്ള പോലെ എനിക്കിങ്ങനെ തോന്നും. പിന്നെ അവളെപ്പോഴും ഞാൻ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി വരുന്നതിനെ കൊണ്ട് ഞാൻ ഡെയിലി ഇത് തുടയ്ക്കും ഇവിടെ. അതുമാത്രമല്ല വെള്ള കളറ് ടൈലായതിനെ കൊണ്ടില്ലേ ചെറിയൊരു ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വേഗം എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി ഇവിടെ ഇങ്ങനെ തുടയ്ക്കും. എല്ലായിടെയും തുടയ്ക്കും. ഈ ഒരു 3 ബെഡ്റൂമും തുടയ്ക്കും. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വിരിച്ചിടാന്ന്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നച്ചൂനെയും കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഫുഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിടാൻ ഏട്ടൻ വന്നിട്ടില്ല. ഏട്ടൻ വന്നിട്ട് വേണം ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നച്ചു അതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അവളെ പാദസരത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാവേ. താങ്ക് യു.